ദേശീയപാത വികസനത്തിന് സംസ്ഥാനത്തെ 11 ജലാശയങ്ങളിൽ നിന്നും മണ്ണ് ഡ്രഡ്ജ് ചെയ്യാം. മണ്ണെടുക്കാനുള്ള അനുമതി ദേശീയപാത അതോറിറ്റി കരാർ നൽകിയിട്ടുള്ള ഏജൻസികൾക്ക് കരട് നയരൂപരേഖയ്ക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പ്രജിത് മോഹനൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത്, ഈ കരട് നയരൂപരേഖയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഈ സംസ്ഥാനത്തെ ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങളുടെ വികസനത്തിനായി ദേശീയപാത അതോറിറ്റികൾക്ക് കരാർ നൽകിയിട്ടുള്ള ഏജൻസികൾക്കാണ് സംസ്ഥാനത്തെ 11 ജലാശയങ്ങളിൽ നിന്നും മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് നീക്കം ചെയ്യുന്നതിനും അപ്രകാരം ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് അത് സാധാരണ മണ്ണാണോ എന്ന് വിലയിരുത്തി ഹൈവേയുടെ വികസനത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ള പരിമിതമായ അവകാശങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു കരട് നയരൂപരേഖയ്ക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഹൈവേയുടെ വികസനത്തിനും മറ്റും മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഈ പല നിയന്ത്രണങ്ങളും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഹൈവേ വികസന അതോറിറ്റിയും കേന്ദ്ര ഹൈവേ മന്ത്രാലയവും ഒക്കെ കൃത്യമായി സംസ്ഥാനത്തെ അറിയിച്ചിരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നയ രൂപീകരണവുമായി ഒരു കരട് നയവുമായി സർക്കാർ രംഗത്ത് വരുന്നത്. ഇനി നേരത്തെ പല സ്ഥലങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മണ്ണ് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മണ്ണെടുക്കാൻ കഴിയുന്നതോടുകൂടി ഒരു വിധത്തിൽ കുറെയെങ്കിലും പ്രതിസന്ധി മാറുമെന്നുള്ളതാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് 11 ജലാശയങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 11 ജലാശയങ്ങളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാം എന്നുള്ള ഒരു നിർദ്ദേശം വരുന്നത് കൂടി. നേരത്തെ അഷ്ടമുടിക്കായലിലും ഒക്കെ അടിഞ്ഞുകൂടുന്ന എക്കൽ മണ്ണ് ഹൈവേയുടെ വികസനത്തിനെടുക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. അങ്ങനെ ഓരോ തവണയും പ്രത്യേക അനുമതി നൽകുന്നതിന് പകരം ഈ ജലാശയങ്ങളിൽ നിന്ന് തന്നെ നേരിട്ട് മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് അവിടെ അടിഞ്ഞുകൂടുന്ന എക്കൽ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് നേരിട്ട് ഈ പറയുന്ന ഏജൻസികൾക്ക് നേരിട്ട് ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ നയരൂപീകരണത്തിലൂടെ സാധ്യമാക്കുന്നത്. അനിൽ നമ്പ്യാർ. ദേശീയപാത വികസനത്തിന് സംസ്ഥാനത്തെ 11 ജലാശയങ്ങളിൽ നിന്നും മണ്ണ് ഡ്രഡ്ജ് ചെയ്യാം. മണ്ണെടുക്കാനുള്ള അനുമതി ദേശീയപാത അതോറിറ്റി കരാർ നൽകിയിട്ടുള്ള ഏജൻസികൾക്ക് കരട് നയരൂപരേഖയ്ക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.